കേരളത്തിൽ നവോത്ഥാനത്തിന്റെയും സ്ത്രീ സുരക്ഷയുടെയും പേരിൽ വനിതാ മതിൽ പടുത്തുയർത്താൻ പോകുന്ന കേരള സർക്കാരിന് കേന്ദ്രമന്ത്രിയുടെ മുന്നറിയിപ്പ്. ഡിവൈഎഫ്ഐ ഭീഷണിയെ തുടർന്ന് കോട്ടയം പള്ളിയിൽ ഇപ്പോഴും അകപ്പെട്ട് കിടക്കുന്ന സ്ത്രീകൾ അടക്കമുള്ള 5 കുടുംബത്തിന് എത്രയും വേഗം സംരക്ഷണം ഒരുക്കണമെന്നാണ് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഡിസംബർ 23-ന് കരോളിനിടെ ഡിവൈഎഫ്ഐയുടെ ആക്രമണമുണ്ടായതിനെ തുടർന്ന് ഇവർ പള്ളിയിൽ അഭയം തേടുകയായിരുന്നു. സ്ത്രീകൾ അടക്കമുള്ളവരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശാരീരികമായി അതിക്രമിച്ചു എന്നായിരുന്നു ആരോപണം. ഉടൻ തന്നെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി തീരുമാനമുണ്ടാക്കി പള്ളിയിൽ അകപ്പെട്ട സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണം നൽകണമെന്നും ഭീഷണി മുഴക്കുന്നവരെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കണമെന്നുമാണ് കേന്ദ്രമന്ത്രിയുടെ ഇപ്പോഴത്തെ നിർദ്ദേശം. ഡിവൈഎഫ്ഐ ഭീഷണിയെ തുടർന്ന് 8 ദിവസമായി കോട്ടയം പാത്താമുട്ട സെന്റ് പോൾ ആംഗ്ലിക്കൻ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാനാവാതെ അകപ്പെട്ട് കിടക്കുന്ന 5 കുടുംബങ്ങൾക്ക് കേരള സർക്കാർ എത്രയും വേഗം സുരക്ഷയൊരുക്കി സംരക്ഷണം നൽകണമെന്ന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞു. ഡിസംബർ 23-ന് കരോളിനിടെ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് പള്ളിയിൽ അഭയം തേടിയവരാണ് ഈ കുടുംബങ്ങൾ. ഡിസംബർ 23-ന് രാത്രി കരോളിനിടെ ഒരു കൂട്ടം ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് പെൺകുട്ടികൾ ഉൾപ്പെടുന്ന സംഘത്തിന് നേരെ അതിക്രമണം നടത്തിയത്. ശാരീരികമായും അതിക്രമമുണ്ടായെന്ന് ആരോപണങ്ങളുണ്ട്. 6 ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തെങ്കിലും ജാമ്യത്തിലിറങ്ങിയ അവർ ഭീഷണി മുഴക്കുകയാണെന്നും കണ്ണന്താനം പറയുന്നു. ഭീഷണി നിലനിൽക്കുന്നതിനാൽ 8 ദിവസമായിട്ടും ഇവർക്ക് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ടില്ല. ക്രിസ്മസ് അവധി കഴിഞ്ഞ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുമ്പോൾ സ്കൂളിലോ കോളേജിലോ പോകാൻ കഴിയാതെ 12 വിദ്യാർത്ഥികളും പള്ളിയിൽ അകപ്പെട്ടിരിക്കുന്നു. 3.5 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെയുള്ള സ്ത്രീകളും ഈ സംഘത്തിലുണ്ട്. പോലീസ് നിഷ്ക്രിയത്വമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. വടക്കേ ഇന്ത്യയിലേക്ക് ഭൂതക്കണ്ണാടി വച്ചിരിക്കുന്നവർ കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടി നടത്തുന്ന ന്യൂനപക്ഷ ധ്വംസനം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഉടൻ തന്നെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ട് പള്ളിയിൽ അകപ്പെട്ട സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർക്ക് സംരക്ഷണം നൽകണം. ഇപ്പോഴും ഭീഷണി മുഴക്കുന്ന ഡിവൈഎഫ്ഐക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വേണ്ട നടപടികൾ എടുക്കണമെന്നും കണ്ണന്താനം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്.